ഹലോ ഗായ്സ്, ഹോം വൈഫ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള കൊല്ലം മരുത്തടി വളവുത്തോപ്പ് തീരദേശത്തിലേക്കാണ്. അപ്പോൾ അവിടെയുള്ള കടപ്പുറവും അവിടുത്തെ വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഇപ്പോൾ സമയം വൈകുന്നേരം 5 മണിയായി. വള്ളക്കാരെല്ലാം മത്സ്യബന്ധനത്തിന് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പോകാനുള്ള വലയും മറ്റ് സാധന സാമഗ്രികളും ഒക്കെ എടുത്ത് പോകാൻ പോവുകയാണ്. ഇവിടെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും മത്സ്യബന്ധനം നടക്കാറുണ്ട്. ഇവിടുന്ന് കുറച്ച് മുമ്പേ തന്നെ 2-3 വള്ളങ്ങൾ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഇപ്പം തന്നെ നമുക്ക് കാണാം, കണ്ടോ, കടലിൽ ഇവിടുന്ന് പോയ വള്ളങ്ങളിൽ പലതും അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ബോട്ടുകൾ നീണ്ടകര ഹാർബറിൽ നിന്നും ഇതുവഴിയാണ് പോവാറ്. ഏത് സമയത്ത് വന്നാലും ഇവിടെ നല്ല തണുത്ത കാറ്റാണ് കേട്ടോ. ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണിത്, പ്രത്യേകിച്ച് ചൂട് കാലത്ത്. ഈ ബീച്ചിൻ്റെ ഇടതുവശത്ത് ഒരു വിളക്കുമാടം കാണാൻ കഴിയുന്നുണ്ട്. അത് പണ്ട് കാലത്ത് ഇവിടെ ഇംഗ്ലണ്ടുകാർ വന്നപ്പോൾ സ്ഥാപിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ കാലക്രമേണ മൂലമുള്ള മാറ്റം കൊണ്ട് അത് ചെറുതായി ഒന്ന് ചരിഞ്ഞു. എന്നാൽ 2004 വന്ന സുനാമിയിലൊന്നും ഇതിന് യാതൊരുവിധ ചലനവും സംഭവിച്ചിട്ടില്ലായിരുന്നു. ഈ കടപ്പുറത്തിന് അഭിമുഖമായിട്ട് തന്നെ ഒരു പള്ളി ഇവിടെ നിലകൊള്ളുന്നുണ്ട്. അതായത് നമ്മുടെ സെൻറ്റ് ജോസഫ് ചാപ്പൽ വളവിൽത്തോപ്പ്. ഈ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയായിട്ടൊരു കുരിശടിയും സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ വെച്ച് തന്നെ ഇതിനു മുമ്പ് 1-2 സിനിമ ഷൂട്ടിങ്ങുകളും നടന്നിട്ടുണ്ട്. മാത്രമല്ല എല്ലാ വർഷവും ഇവിടെ വിദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകളൊക്കെ വന്നു പോകാറുണ്ട്. രാവിലെ സമയങ്ങളിൽ വരുമ്പോഴും നല്ല ഫ്രഷ് മീനൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. നിങ്ങളെല്ലാവരും വീട്ടിൽ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇവിടം വരെയൊക്കെ ഒന്ന് വരണം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇവിടുത്തെ കാറ്റും തണുപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.